ഹലോ ഒരുവൺ എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ, വീർ ബൽ ദിവസ്, ആസിയാൻ, റാൻ ഉത്സവ്, 15/5 ക്യാമ്പയിൻ, ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പി, ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് സെക്കൻഡ് തോമസ് ഷോൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷനെ കുറിച്ചാണ്. ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് 2015 പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിന്റെ കീഴിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾക്ക് ഫണ്ടിങ്ങും അതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്സും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡാപ്റ്റേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യവും ഈ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഗ്ലോബൽ ഗോൾ ഓൺ അഡാപ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു കൺട്രി വൈസ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിനകത്ത് പറയുന്ന ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഗ്ലോബൽ വാർമിംഗ് നിലനിർത്തുക എന്നുള്ള പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ലെവലിലുള്ള ടാർഗറ്റ് ഒന്നും ഇതിനകത്തില്ല. ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വലിയൊരളവോളം ഒരു പ്രൈമറിലി ഒരു ലോക്കൽ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ലെവലിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഗ്ലോബൽ ടാർഗറ്റ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റിനൊക്കെ കാരണമായിട്ടുള്ള UNFCCC അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് 1992 റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട്, അതായത് ബ്രസീലിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഉണ്ട്. ആ കോൺഫറൻസ് അത് പോപ്പുലർലി അറിയപ്പെടുന്നത് റിയോ സമ്മിറ്റ് എന്നോ അല്ലെങ്കിൽ റിയോ എർത്ത് സമ്മിറ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിന്റെ സമയത്ത് സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് UNFCCC എന്ന് പറയുന്നത്. ഇത് നിലവിൽ വരുന്നത് 1994 മാർച്ച് 21 അപ്പോൾ ഇതിന് ഏകദേശം ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉള്ള ഒരു എഗ്രിമെന്റ് ആണിത്. കാരണം ഏകദേശം 197ഓളം രാജ്യങ്ങൾ ഇതിനകത്ത് മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 2015 പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിന്റെ ഒക്കെ ഒരു പാരന്റ് ട്രീറ്റി ആയിട്ട് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനെ കാണാൻ പറ്റും. ഇതിന്റെ സെക്രട്ടേറിയറ്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ജർമ്മനിയിലെ ബോൺ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇനി അടുത്ത ടോപ്പിക് വീർ ബൽ ദിവസ് എന്നുള്ളതാണ്. വീർ ബൽ ദിവസ് എന്ന് പറയുന്നത് മുഗൾ എംപറർ ആയിരുന്ന ഔറംഗസേബ് അല്ലെങ്കിൽ ഔറംഗസേബ് മുഗൾ എംപറർ ആയിരുന്ന സമയത്ത് കൊല്ലപ്പെട്ട അന്നത്തെ സിഖ് ഗുരു ആയിരുന്ന ഗുരു ഗോബിന്ദ് സിംഗിന്റെ 2 ചെറിയ മക്കളുണ്ടായിരുന്നു, സോറവാർ സിംഗും അതുപോലെ തന്നെ ബാബ ഫത്തേ സിംഗും. ഇവരുടെ 2 പേരുടെയും മേർട്ടേഡം അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വത്തിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീർ ബൽ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബേസിക്കലി കൊല്ലപ്പെടുന്നത് 1704 ഈ ഔറംഗസേബ് മുഗൾ എംപറർ ആയിരുന്ന സമയത്ത് മുഗൾസ് ഈ അനന്തപൂർ സാഹിബിനെതിരായിട്ട് ഒരു സീജ് ഡിക്ലെയർ ചെയ്യുകയും ആ സീജിന്റെ ഭാഗമായിട്ട് ഈ 2 ആളുകളെയും ഈ 2 കുട്ടികളെയും ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ഒന്നുകിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, അതല്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ഭീഷണിക്ക് വഴങ്ങാതെ അവർ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വിസമ്മതിക്കുകയും അതിന്റെ പേരിൽ ഇവരെ കൊല്ലുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ പേരിലാണ് ഈ സിഖ് ബിലീഫ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സിഖ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു രക്തസാക്ഷികളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിനെ കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീർ ബൽ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ടോപ്പിക് ആസിയാൻ ആണ്. ആസിയാൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആസിയാൻ എന്ന് പറയുന്നത് 1967 സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ബാങ്കോക്ക് ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു സംഘടനയായിട്ട്, ഒരു റീജിയണൽ ഓർഗനൈസേഷനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ആസിയാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റീജിയണൽ ഓർഗനൈസേഷൻസിൽ ഒന്നായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒന്നാണ് ആസിയാൻ എന്ന് പറയുന്നത്. ഇനീഷ്യലി 5 രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇതിനകത്ത് അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ പോലുള്ള രാജ്യങ്ങളൊക്കെ പിന്നീടാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ രാജ്യങ്ങൾക്കിടയിൽ എക്കണോമിക്, പൊളിറ്റിക്കൽ, സെക്യൂരിറ്റി, മിലിറ്ററി, എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആസിയാന്റെ ലക്ഷ്യം. ആസിയാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആസിയാന്റെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സിൽ ഒന്നാണ് ദി ആസിയാൻ വേ എന്ന് പറയുന്നത്. അതായത് ആസിയാൻ എന്ന് പറയുന്ന സംഘടനയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളതാണ് ഈ ആസിയാൻ വേക്കകത്ത് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇനീഷ്യേറ്റീവ് ഫോർ ആസിയാൻ ഇൻ്റഗ്രേഷൻ ആണ്. ഈ ഇനീഷ്യേറ്റീവ് ഫോർ ആസിയാൻ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് 1990കളിലാണ് ആസിയാനിലെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ ആസിയാൻ അംഗരാജ്യങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആസിയാനിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡിവൈഡ് വരുന്നുണ്ട്. അതായത് ആസിയാനകത്ത് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബെറ്റർ ഓഫ് ആയിട്ടുള്ള രാജ്യങ്ങളും എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള രാജ്യങ്ങളും എന്നുള്ളത്. ആ ഒരു ഡെവലപ്മെന്റൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇനീഷ്യേറ്റീവ് ഫോർ ആസിയാൻ ഇൻ്റഗ്രേഷൻ അവർ ആരംഭിക്കുന്നത്.
അതുപോലെ തന്നെ ഒരു ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്ന ഒരു ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ആസിയാനെ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഫ്രീ സോൺ ആയിട്ട്, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യനെ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഫ്രീ സോൺ ആയിട്ട് 1995 ആസിയാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഫ്രീ സോൺ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇനീഷ്യേറ്റീവാണ് ആസിയാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. 2015 ഈ ആസിയാൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഇനീഷ്യേറ്റീവ് അവർ ആരംഭിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കിടയിലുള്ള പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ് ആസിയാൻ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആസിയാൻ നടത്തുന്ന ചില ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ആസിയാന്റെ നെയ്ബേഴ്സായിട്ട് അല്ലെങ്കിൽ ആസിയാനായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ASEAN +3, ASEAN +6, ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് പോലുള്ള കാര്യങ്ങൾ അവർ നടത്തുന്നത്. ഈ ASEAN +3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിയാനിലുള്ള 10 രാജ്യങ്ങൾ പ്ലസ് ചൈന, സൗത്ത് കൊറിയ, അതുപോലെ ജപ്പാൻ, ഈ 3 രാജ്യങ്ങളും പ്ലസ് ആസിയാനും കൂടി കൂടിച്ചേരുന്നതാണ് ASEAN +3 എന്നറിയപ്പെടുന്നത്. ASEAN +6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിയാനിലെ 10 രാജ്യങ്ങൾ പ്ലസ് ഈ ASEAN +3 3 രാജ്യങ്ങൾ, അത് കൂടാതെ ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇതാണ് ASEAN +6 എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് എന്ന് പറയുന്നത് ഈ ASEAN +6 കൂടെ റഷ്യയും അതുപോലെ USA കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആയിട്ട് മാറും. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള റിലേഷൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആക്ട് പോളിസി, അതായത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻസ് ഒരു സ്ട്രാറ്റജിക് ലെവലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് പോളിസിയുടെ ഒരു മേജർ കോമ്പോണന്റ് ആസിയാനാണ്. കാരണം ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ആസിയാന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആസിയാനിലെ മിക്ക രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളുമായിട്ട്. അതുപോലെ തന്നെ ആസിയാൻ ആസച്ചുമായിട്ടും നമുക്ക് എന്തുണ്ട്, ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയുടെ 4th ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണറാണ് ആസിയാൻ. അതുപോലെ തന്നെ ഇന്ത്യയും ആസിയാനും തമ്മിൽ ഒരു ഇന്ത്യ ആസിയാൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് റാൻ ഉത്സവമാണ്. സോ റാൻ ഉത്സവം എന്ന് പറയുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് റീജിയനിൽ വർഷാവർഷം നടക്കുന്ന ഒരു ആനുവൽ സെലിബ്രേഷൻ ആണ് ഈ റാൻ ഉത്സവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഇതിനെ ഒരു വൈറ്റ് ഡെസേർട്ട് ഫെസ്റ്റിവൽ എന്നുള്ള പേരിലും കൂടി വിളിക്കാറുണ്ട്. കാരണം ഈ റാൻ ഓഫ് കച്ച് റീജിയൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാൾട്ട് മാർഷസിൽ ഒന്നാണ് റാൻ ഓഫ് കച്ച് റീജിയൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ഡെസേർട്ട് ഫെസ്റ്റിവൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സാൾട്ട് ഡെസേർട്ട് ആണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. അവിടെ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് നടത്തുന്നത് ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇത് യൂഷ്വലി 3 മാസത്തേക്കാണ് ഈ ഒരു റാൻ ഉത്സവം നടക്കാറുള്ളത്. നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്ക് തുടങ്ങും, ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ഒരു 3 month പീരീഡിലുള്ള സെലിബ്രേഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ആനുവൽ ഫെസ്റ്റിവലാണ് ഈ റാൻ ഉത്സവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജസ്ഥാനിൽ നടക്കുന്ന ജയ്പൂർ ഫെസ്റ്റിവലിനൊക്കെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ലോക്കൽ ആർട്ടിസാൻസ്, അതുപോലെ തന്നെ പെർഫോമേഴ്സ്, മ്യൂസീഷ്യൻസ്, ഫോക്ക് ആർട്ടിസ്റ്റുകൾ, ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ സ്റ്റേറ്റിന്റെ റിച്ച് കൾച്ചർ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉത്സവത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ റാൻ ഉത്സവ് ഗുജറാത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാൻ ഓഫ് കച്ച് റീജിയന്റെ കുറച്ചും കൂടി ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിന്റെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ റാൻ ഓഫ് കച്ച് റീജിയന്റെ കൾച്ചറൽ ആൻഡ് ആർട്ടിസ്റ്റിക് ഹെറിറ്റേജ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് 50 in 5 ക്യാമ്പയിൻ ആണ്. സോ 50 in 5 ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ G20 സമ്മിറ്റിന്റെ സമയത്ത് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് 50 in 5 ക്യാമ്പയിൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി G20 സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് ഈ 50 in 5 ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഈ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അത് കുറച്ചും കൂടി ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇംപ്ലിമെന്റേഷനെ സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് 50 in 5 ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോളജ് ആൻഡ് ടെക്നോളജി എക്സ്ചേഞ്ച്, ഈ രാജ്യങ്ങൾക്കിടയിലുള്ള നോളജ് ആൻഡ് ടെക്നോളജിക്കൽ എക്സ്ചേഞ്ചിലൂടെ ഇത് സ്പീഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെ എന്തുകൊണ്ടാണ് 50 in 5 എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറച്ചും കൂടി ഫാസ്റ്റർ പേസിൽ 50 രാജ്യങ്ങളിൽ അടുത്ത 5 വർഷത്തിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. 2028 ആകുമ്പോഴേക്കും 50 രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ 2023 ഇത് അനൗൺസ് ചെയ്തത്. സോ ദാറ്റ് മീൻസ് വിത്തിൻ 5 years 50 കൺട്രീസിൽ, അതുകൊണ്ടാണ് 50 in 5 എന്ന് വിളിക്കുന്നത്. സോ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഇനീഷ്യേറ്റീവ് ബേസിക്കലി എന്താണ്, ഈ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ ഒരു കളക്റ്റീവ് കമ്മിറ്റ്മെന്റിന്റെ ഒരു
എന്താ പറയുന്നത് ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഒരു സേഫ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള മാനറിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഈ ഇതിലെ അംഗരാജ്യങ്ങളുടെ ഒരു കളക്റ്റീവ് കമ്മിറ്റ്മെന്റിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടും വേണമെങ്കിൽ ഈ 15-5 ഇനീഷ്യേറ്റീവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ 15-5 ക്യാമ്പയിനെ ലീഡ് ചെയ്യുന്നത് ഏകദേശം 11ഓളം രാജ്യങ്ങൾ ചേർന്നിട്ടാണ്. ഇനി അത് കൂടാതെ ഇതിനകത്ത് ചില ഓർഗനൈസേഷൻസും ഈ 15-5 ഇനീഷ്യേറ്റീവിനകത്ത് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെന്റർ ഫോർ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഡെവലപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ദ ഡിജിറ്റൽ പബ്ലിക് ഗുഡ്സ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ ഡെവലപ്മെന്റൽ പ്രോഗ്രാമും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ GOV സ്റ്റാക്ക്, ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക്, യൂണിസെഫ് ഇവരൊക്കെ ഈ ഇനീഷ്യേറ്റീവിന് അഡീഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് ഇന്റർനാഷണലൈസേഷൻ ഓഫ് റുപ്പിയാണ്. അതായത് ഇന്ത്യൻ റുപ്പിനെ ഒരു ഇന്റർനാഷണൽ കറൻസിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ ചാലഞ്ചസ് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ്, അതായത് ഇന്ത്യൻ റുപ്പിനെ ഒരു ഇന്റർനാഷണൽ കറൻസിയാക്കി മാറ്റിക്കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ മാറ്റുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ US ഡോളറിന്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസി ഇന്ത്യക്ക് കുറക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ട്രേഡിൽ വലിയൊരു ശതമാനവും നടക്കുന്നത് US ഡോളറിലാണ്. അപ്പോൾ ഈ ഡോളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വോളറ്റിലിറ്റീസും ഇന്ത്യൻ മാർക്കറ്റിനെയും അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിനെയും ബാധിക്കും. അപ്പോൾ ആ ഒരു ഡോളർ ഡിപ്പെൻഡൻസി നമുക്ക് കുറക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ ട്രേഡ് വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം ഇന്ത്യൻ കറൻസിയിൽ തന്നെ ട്രേഡ് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് നടത്തുന്ന മെർച്ചൻസിന് അവർക്ക് ഈ കറൻസി കൺവേർട്ടബിലിറ്റി പോലുള്ള ഇഷ്യൂസ് വരില്ല. അപ്പോൾ അവർക്ക് അത് കുറച്ചും കൂടി സ്പീഡർ വേയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ സെന്റർ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസും ഇന്ത്യക്ക് ഉണ്ടാവും. കാരണം ഇന്ത്യൻ കറൻസി ലോകത്തിലുടനീളം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ ചാലഞ്ചസ് ആയിട്ട് പറയുന്നത്, ഒന്ന് ഇന്ത്യൻ റുപ്പിയുടെ ഒരു ലിമിറ്റഡ് ഗ്ലോബൽ അപ്പീലാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിനകത്ത് ഇന്ത്യൻ റുപ്പിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് 1.6% മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ള ഇന്റർനാഷണൽ കറൻസീസ് ആയിട്ടുള്ള ഇപ്പോൾ US ഡോളർ ആണെങ്കിലും അതുപോലെ തന്നെ യൂറോ ആണെങ്കിലും ഇപ്പോൾ ബ്രിട്ടന്റെ പൗണ്ട് സ്റ്റേർലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ജപ്പാന്റെ യെൻ, ചൈനയുടെ റെമിൻബി ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിയുടെ ഒരു അപ്പീൽ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തത് ഈ എഫക്റ്റ് ഓഫ് ഡിമോണിറ്റൈസേഷൻ ആണ്. അതായത് 2016 ഇന്ത്യൻ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഡിമോണിറ്റൈസേഷൻ ഇന്ത്യൻ കറൻസിയുടെ മുകളിൽ ഗ്ലോബൽ കസ്റ്റമേഴ്സിനുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കുള്ള കോൺഫിഡൻസ് വലിയ രീതിയിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു കറൻസിനെ ഒരു ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് എന്ത് ഗ്യാരണ്ടി ആണുള്ളതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ കറൻസി വോളറ്റിലിറ്റി, ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള ചില ഡെവലപ്പിംഗ് രാജ്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവിൽ സ്റ്റേബിൾ ആണെങ്കിലും നമ്മൾ ബാക്കിയുള്ള മേജർ എക്കണോമീസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈൽ ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കറൻസീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഇന്ത്യൻ കറൻസിയുടെ കപ്പാസിറ്റി ഇപ്പോൾ നിലവിൽ കുറച്ച് കുറവാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയെ കുറിച്ചിട്ടുള്ള ഗ്ലോബൽ പെർസെപ്ഷൻ അത്ര നല്ലതല്ല, എസ്പെഷ്യലി ആഫ്റ്റർ ദി ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, ഇനി അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഗവൺമെന്റ് ഈ റുപ്പി ട്രേഡ് സെറ്റിൽമെന്റ് മെക്കാനിസത്തിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു മാർച്ച് 2023 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ റുപ്പി ട്രേഡ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഏകദേശം 18ഓളം രാജ്യങ്ങളുമായിട്ട് ഈ റുപ്പി ട്രേഡ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ആ രാജ്യങ്ങളിലുള്ള ബാങ്കുകൾക്ക് ഇന്ത്യയിൽ ഈ ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പെഷ്യൽ വെസ്ട്രോ റുപ്പി അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പേയ്മെന്റ്സ് ഒക്കെ ഇന്ത്യൻ റുപ്പിയിൽ സെറ്റിൽ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന മസാല ബോണ്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ്. അപ്പോൾ അതും ഇപ്പോൾ ഈ മസാല ബോണ്ടുകളിലൂടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് RBI അലോ ചെയ്യുന്നതുകൊണ്ട് അതും ഈ പറയുന്ന ഇന്ത്യൻ റുപ്പീസിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏകദേശം 20ഓളം രാജ്യങ്ങളുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള കറൻസി സ്വാപ്പ് എഗ്രിമെന്റ്സ്, അതുപോലെ തന്നെ ഈ ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് ഈ റുപ്പി ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ബോണ്ടുകൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇപ്പോൾ അലോ ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതൊക്കെ റുപ്പിയുടെ മുകളിലുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും റുപ്പിനെ ഗ്രാജുവലി ഇന്റർനാഷണലൈസ് ചെയ്യാനും സഹായിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. സോ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്നത്
നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ടെറിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം ഒരു വർഷം 62 മില്യൺ ടണ്ണോളം വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് വെറും 43 മില്യൺ ടൺ വേസ്റ്റ് മാത്രമാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് വെറും 12 മില്യൺ ടൺ വേസ്റ്റ് മാത്രമേ ട്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ കളക്ട് ചെയ്യുന്നതിൽ ബാക്കിയുള്ള 31 മില്യൺ ടൺ വേസ്റ്റും അൺട്രീറ്റഡ് ആയിട്ട് ഈ വേസ്റ്റ് യാർഡിൽ ഡിസ്കാർഡ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസും ഹെൽത്ത് ഹസാർഡ്സും ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഈ ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റിസോഴ്സ് റിക്കവറിയാണ്. അതായത് ഇത്തരത്തിൽ ഈ ഫീക്കൽ വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഫീക്കൽ സ്ലഡ്ജ് ഉപയോഗിച്ചുകൊണ്ടുള്ള അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടിയിട്ടുള്ള സോളിഡ്സ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ഇത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അത് എഫിഷ്യൻസിനെയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയും വലിയ രീതിയിൽ എഫിഷ്യൻസിനെ വർദ്ധിപ്പിക്കാനും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ വലിയ രീതിയിൽ കുറക്കാനും സാധിക്കും. മറ്റൊന്ന് ഇതൊരു ലോക്കലൈസ്ഡ് ട്രീറ്റ്മെന്റിനെ അലോ ചെയ്യുന്ന, അതാണ് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോക്കലൈസേഷൻ അലോ ചെയ്യുന്നൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ എനർജി ജനറേഷൻ, അതായത് ഇത്തരത്തിലുള്ള പല ട്രീറ്റ്മെന്റുകളുടെയും ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പലപ്പോഴും ബയോഗ്യാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എനർജി ജനറേഷനെ സഹായിക്കും. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്, എൻവയോൺമെന്റൽ ഹസാർഡ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ചാലഞ്ചസ്, അതായത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെയും ടെക്നോളജിയുടെയും അഭാവമാണ്. അതായത് ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയും ആവശ്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യ പോലുള്ള റിസോഴ്സ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, അതായത് ഇതിൻ്റെ സേഫ് ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസും മെയിൻ്റെനൻസും ഉറപ്പുവരുത്തണമെങ്കിൽ അതിന് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാക്ക് ഓഫ് ട്രെയിനിങ്ങും ഒരു പ്രശ്നമാണ്. മറ്റൊന്ന് ആളുകൾക്കിടയിലുള്ള പബ്ലിക് അവയർനെസ് ആണ്. അതായത് ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് വളരെ കുറവാണ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും അതിനെ വലിയ ഇതിൽ ബാധിക്കും. മറ്റൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്സിൻ്റെ കുറവെന്നോ അല്ലെങ്കിൽ അഭാവമെന്നോ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത്തരത്തിലുള്ള ഫീക്കൽ സ്ലഡ്ജ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒന്നും ഇന്ത്യയിൽ ഇല്ലാത്തതും ഒരു പ്രശ്നമാണെന്ന് പറയാം. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് സെക്കൻഡ് തോമസ് ഷോൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐലൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു സാൻഡ് ബാർ ആണ്. ഇത് സൗത്ത് ചൈന സീയിലെ ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിട്ടുള്ള സ്പാർട്ട്ലി ഐലൻഡ്സിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഷോളാണ്, അല്ലെങ്കിൽ ഒരു സാൻഡ് ബാർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഈ സൗത്ത് ചൈന സീയിൽ ഫിലിപ്പീൻസിനും ചൈനക്കും ഒക്കെ ഇടയിലാണ്. ഇതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആണ്. ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയും, അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയും തായ്വാനും വിയറ്റ്നാമും ഫിലിപ്പീൻസും ഇതിന് മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പെർട്ടിക്കുലർ സ്ഥലം ഇപ്പോൾ കൺട്രോൾ ചെയ്തേക്കുന്നത് ഫിലിപ്പീൻസ് ആണ്. അപ്പോൾ ഫിലിപ്പീൻസ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സബ്മേർജ്ഡ് ആയിട്ട്, പാർഷ്യലി സബ്മേർജ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാൻഡ് ബാർ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഫിലിപ്പീൻസ് 1990s എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കൺട്രോളിലുള്ള ഒരു നേവൽ ഷിപ്പ് ഉണ്ടായിരുന്നു, സിയറ മാദ്ര എന്ന് പറയുന്ന ഒരു നേവൽ ഷിപ്പ് ഉണ്ടായിരുന്നു. ഈ ഷിപ്പ് കൊണ്ടുപോയി ഈ സാൻഡ് ബാറിൽ ഇടിച്ച് കയറ്റിയിട്ട് ഇതൊരു ബേസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ആ ഷിപ്പ് അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഷിപ്പ് ഇവർ ഒരു ബേസ് പോലെ ഫിലിപ്പീൻസ് മറീൻസിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1990s തൊട്ട് ഈ ഷിപ്പ് അവിടെ ഇവർ ഇടിച്ച് കയറ്റിയത് തൊട്ട് ഈ ഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് ഈ ഷോളിനെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഫിലിപ്പീൻസ് ആണെന്ന് മനസ്സിലാക്കി. കാരണം ഇതൊരു നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സാൻഡ് ബാർ അല്ല, ഇതൊരു പാർഷ്യലി സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരു സാൻഡ് ബാർ പോലത്തെ ഒരു ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ സ്പാർട്ട്ലി ഐലൻഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിസ്ചീഫ് റീഫ് ഉണ്ട്. ആ മിസ്ചീഫ് റീഫിൻ്റെ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയനെ, ഈ മിസ്ചീഫ് റീഫ് ഒക്കെ കിടക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന തോമസ് ഷോളൊക്കെ കിടക്കുന്ന ഈ ഒരു ഏരിയനെ സാധാരണഗതിയിൽ വിളിക്കാറുള്ളത് ഒരു ഡേഞ്ചറസ് ഗ്രൗണ്ട് എന്നാണ്. ഡേഞ്ചറസ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് സൗത്ത് ചൈന സീയുടെ ഈ ഒരു ഏരിയയിലായിട്ട് കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിൽ പാർഷ്യലി സബ്മേർജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ചില ഐലൻഡുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാൻഡ് ബാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിപ്പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന ഫിഷിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടെറിട്ടറിയാണിത്. കാരണം ഈ ഷിപ്പുകളൊക്കെ ഇത്തരത്തിലുള്ള സാൻഡ് ബാറിലൊക്കെ ചെന്ന് ഇടിച്ച് കയറുന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇതിനെ ഡേഞ്ചറസ് ഗ്രൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോൾ ആണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.